Hi students, I am continuing the chapter 3-dimensional geometry and today's topic is equation of a plane perpendicular to a given vector and passing through a given point and equation of a plane passing through three non-collinear points. So listen carefully. നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ ആണ് പഠിക്കാൻ പോണത്. അപ്പോൾ ഇത് എന്താ നോക്കിയേ, ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു എ ഗിവൺ വെക്ടർ ആൻഡ് പാസിംഗ് ത്രൂ എ ഗിവൺ പോയിന്റ്. ആദ്യത്തെ എന്തായിരുന്നു, ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ ഇൻ നോർമൽ ഫോം ആയിരുന്നു. അതിന്റെ വെക്ടർ ഇക്വേഷനും കാർട്ടീഷ്യൻ ഇക്വേഷനും നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു എ ഗിവൺ വെക്ടർ ആൻഡ് പാസിംഗ് ത്രൂ എ ഗിവൺ പോയിന്റ്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഇതാണ് ജനറൽ ആയിട്ട് ഈ ഒരു സംഭവത്തിനെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യാം. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ കുറെ പ്ലെയിനുകൾ ഉണ്ട് അല്ലേ, പ്ലെയിനുകൾ. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതെല്ലാം എന്താണ്, ഇതെല്ലാം എയറിലാണ് നിൽക്കേണ്ടത് കേട്ടോ. ഈ പ്ലെയിൻസ് ഒക്കെ നിൽക്കുന്നത് എയറിലാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഈ പ്ലെയിനിൽ കൂടെ കടന്നു പോകുന്ന ഈ പ്ലെയിനിലെല്ലാം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ ആണ് എൻ വെക്ടർ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഈ പ്ലെയിനിൽ കൂടെകളെല്ലാം കടന്നു പോകുന്ന ഈ പ്ലെയിനെല്ലാം പെർപെൻഡിക്കുലർ ആയി വരയ്ക്കുന്ന ഒരു വെക്ടർ ആണ് ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞ യൂസ് ചെയ്തിട്ടുള്ളത്, എൻ വെക്ടർ. ഇനി ഒരു പോയിന്റും തന്നിട്ടുണ്ട്, പാസിംഗ് ത്രൂ എ ഗിവൺ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക്. അപ്പൊ ഈ പോയിന്റ് ആണ് ഇവിടെ എ എന്നുള്ള പോയിന്റ് തന്നിട്ടുള്ളത്, x1 y1 z1. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഒരു ഹെഡിങ് വായിച്ചാൽ നിങ്ങൾക്ക് ഐഡിയ വരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വരച്ചേ. ഇനി ഇതിൽ ഞാൻ ആകെ ഒരൊറ്റ പ്ലെയിൻ മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ശ്രദ്ധിക്കുക നിങ്ങൾ. അപ്പോൾ നമുക്ക് ആകെ കൂടി ഇവിടെ തരുന്നത് ഒരു പ്ലെയിൻ തരും. ഓക്കെ, ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് ഉണ്ട്, ഒരു വെക്ടർ ഉണ്ട്. അതിനാണ് നമ്മൾ എൻ വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഒരു പോയിന്റും തന്നിട്ടുണ്ട്. അതിന് ഞാൻ എ എന്നുള്ള പോയിന്റ് എടുക്കാണ്, എ എന്നുള്ള പോയിന്റ്. ഓക്കെ, ഇനി നമുക്ക് ആർബിട്രറി പോയിന്റ് എടുക്കണം. ആർബിട്രറി പോയിന്റ് പി ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ എ എന്ന് പറഞ്ഞാൽ എ ഈസ് എ ഗിവൺ പോയിന്റ്, പി എന്ന് പറഞ്ഞാൽ ആർബിട്രറി പോയിന്റ് ആണ്, അല്ലെങ്കിൽ ജനറൽ പോയിന്റ്. ഈ എൻ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ ആണ് എൻ വെക്ടർ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ഞാൻ ഇവിടെ പൊസിഷൻ വെക്ടർ വരയ്ക്കാണ്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ആക്സിസുകളൊന്നും വരയ്ക്കുന്നില്ല. നിങ്ങൾക്കറിയാലോ, പൊസിഷൻ വെക്ടർ എപ്പോഴും ഒറിജിൻ എന്നാണ് വരയ്ക്കുക. അപ്പോ ഒറിജിനിൽ നിന്ന് ഞാൻ പൊസിഷൻ വെക്ടർ ഗിവൺ പോയിന്റിലേക്കുള്ള വെക്ടറിനെ ഞാൻ സ്മോൾ ലെറ്റർ എ കൊണ്ടാണ് യൂസ് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ അപ്പൊ പൊസിഷൻ വെക്ടർ ഒ എ വെക്ടർ നമുക്ക് എന്ത് കിട്ടി, എ വെക്ടർ എന്ന് എഴുതാം. അപ്പൊ ഗിവൺ പോയിന്റിലേക്കുള്ളതാണ് കേട്ടോ. ഇനി പി എന്നുള്ളത് നമ്മുടെ ആർബിട്രറി പോയിന്റ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒ പി എന്നുള്ള പൊസിഷൻ വെക്ടറിനെ ഞാൻ ആർ വെക്ടർ എന്നാണ് എടുക്കുന്നത്. നമ്മൾ സാധാരണ നമ്മൾ എടുക്കുന്ന ആർബിട്രറി പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ എപ്പോഴും ആർ വെക്ടർ ആണ് എടുക്കാറ്. അപ്പൊ ഇനി ഇതിൽ നിന്ന് തന്നെ നമുക്ക് വേറൊരു വെക്ടർ കിട്ടല്ലോ, എ പി എന്നുള്ള വെക്ടർ. ഇത് പ്ലെയിനിലുള്ള രണ്ട് പോയിന്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലാന്ന് വിചാരിക്കുന്നു, കൺഫ്യൂഷൻ ഉണ്ടാവില്ലല്ലോ. പ്ലെയിനിലത്തെ രണ്ട് പോയിന്റുകൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യാണ്, കണക്ട് ചെയ്യാണ്. അപ്പൊ ഈ വെക്ടർ ആണ് നമ്മളുടെ എന്ത്, എ പി വെക്ടർ. ഓക്കെ, അപ്പൊ എ പി വെക്ടർ നമുക്കൊന്ന് എഴുതി വെക്കാലോ. എന്താ എ പി വെക്ടർ എന്ന് പറഞ്ഞാൽ ഒ പി മൈനസ് ഒ എ വെക്ടർ ആണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് കിട്ടി, ആർ മൈനസ് എ ആണ്. എ പി വെക്ടർ എന്ന് പറഞ്ഞാൽ ആർ മൈനസ് എ വെക്ടറിന് ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ ഈ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവണം എന്താ, ഈ പ്ലെയിനിലെ ഈ ലൈനും ഈ പെർപെൻഡിക്കുലർ ലൈൻ, ഇത് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞു, പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈൻ വെക്ടർ ആണ് എൻ വെക്ടർ. അപ്പോൾ ഈ പ്ലെയിനിൽ ഏത് ലൈൻ എടുത്താലും ഈ ലൈനുമായിട്ട് അത് പെർപെൻഡിക്കുലർ ആയിരിക്കും, ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാം, എങ്ങനെ എഴുതാം, എ പി രണ്ട് വെക്ടർ
എ പി എന്നുള്ള വെക്ടറും എൻ എന്നുള്ള വെക്ടറും പെർപെൻഡിക്കുലർ ആണ് എന്ന് പറയാം. എ പി വെക്ടർ ഈസ് പെർപെൻഡിക്കുലർ ടു എൻ വെക്ടർ. അപ്പോൾ നമുക്കറിയാം രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തെടുക്കാം? എ പി വെക്ടർ ഡോട്ട് എൻ വെക്ടർ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, എ പി വെക്ടർ ഡോട്ട് എൻ വെക്ടർ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ എ പി വെക്ടറിനെയാണ് ഞാനിവിടെ എന്ത് എഴുതിയിട്ടുള്ളത്? ആർ മൈനസ് എ വെക്ടർ എന്ന് എഴുതിയിട്ടുള്ളത്. ഡോട്ട് എൻ വെക്ടർ ഈസ് ഈക്വൽ ടു 0. ക്ലിയർ ആയോ? ഇതാണ് നമ്മളുടെ വെക്ടർ ഇക്വേഷൻ. വെക്ടർ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു എ ഗിവൺ വെക്ടർ ആൻഡ് പാസിംഗ് ത്രൂ എ ഗിവൺ പോയിന്റ്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ എന്ത് വെക്ടറാണ്? നമുക്ക് തന്നിട്ടുള്ള പോയിന്റിലേക്കുള്ള പൊസിഷൻ വെക്ടറാണ് എ വെക്ടർ. എൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറാണ് എൻ വെക്ടർ. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ എൻ ആണ് കേട്ടോ. നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. ഈ സ്മോൾ എൻ വെക്ടർ എൻ ക്യാപ്പ് എന്നൊന്നും നിങ്ങളെ മനസ്സിൽ വരാനേ പാടില്ല. ഇതൊരു വെക്ടർ ആണ്. ആ പ്ലെയിനിന് തന്നിട്ടുള്ള പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ഒരു വെക്ടർ ആണ് എൻ വെക്ടർ. ഓക്കെ, എ എന്നുള്ള വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഗിവൺ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ് എ വെക്ടർ. ഓക്കെ, ഈ ആർ വെക്ടർ എപ്പോഴും നമ്മൾ ആർബിട്രറി പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആയിരിക്കും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കിനി വെക്ടർ ഇക്വേഷൻ കിട്ടി. നെക്സ്റ്റ് നമുക്ക് കാർട്ടീഷ്യൻ ഇക്വേഷൻ എഴുതണം. അപ്പോൾ അതിനെ നമ്മൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ എഴുതണമെങ്കിൽ നമുക്ക് ആറും എയും എന്നും ഒക്കെ എന്തിന്റെ ഫോമിൽ എഴുതണം? നമ്മുടെ കമ്പോണന്റ് ഫോമിൽ എഴുതണം അല്ലേ? അപ്പൊ നോക്കാം. ലെറ്റ് ഏത് പോയിന്റിനെ നമ്മൾ x1 y1 z1 എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. പി എന്ന് പറഞ്ഞാൽ ആർബിട്രറി പോയിന്റ് അല്ലെങ്കിൽ ജനറൽ പോയിന്റ് ആണ്. അതിനെ നമ്മൾ എക്സ് വൈ സെഡ് എന്നാണ് റെപ്രസെന്റ് ചെയ്യാറ് ആണല്ലോ. എന്നിനെ നമുക്ക് ഇതേപോലെ എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കമ്പോണന്റ് ഫോമിൽ എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി. എ ബി സി എന്ന് എഴുതിയാലും മതി. ഞാൻ കമ്പോണന്റ് ഫോമിൽ എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി സി, എ എന്ന് പറഞ്ഞ പോയിന്റ് x1 y1 z1, പി എന്ന് പറഞ്ഞ പോയിന്റ് എക്സ് വൈ സെഡ്. അങ്ങനെയെങ്കിൽ നമ്മൾ അതിനെ കമ്പോണന്റ് ഫോം ഒന്ന് എഴുതാൻ പോവാണ് കേട്ടോ. അപ്പോൾ എ വെക്ടർ പൊസിഷൻ വെക്ടർ ഒ എ ആണ് എന്ത്? എ വെക്ടർ. അപ്പൊ എ വെക്ടർ നമുക്ക് ഇനി എന്ത് എഴുതാം? ഈ എ എന്നുള്ള പോയിന്റിനെ കമ്പോണന്റ് ഫോമിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് പൊസിഷൻ വെക്ടർ ഒ എ കിട്ടും. ഒ എ തന്നെയാണ് എന്തിന് ഈക്വൽ ആവാ? എ വെക്ടറിന് ഈക്വൽ ആവാ ആണല്ലോ. അപ്പോൾ എ വെക്ടർ ഈസ് ഈക്വൽ ടു എ വെക്ടർ അല്ലെങ്കിൽ എ വെക്ടർ, ഡൗട്ട് ഒന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. നമുക്ക് എന്താണോ ഇത് ഒറിജിൻ ആണ്, ഇപ്പുറത്തെ ഗിവൺ പോയിന്റ് ആണ്. ആ ഗിവൺ പോയിന്റിന്റെ കമ്പോണന്റ് ഫോം എഴുതി കഴിഞ്ഞാൽ നമുക്ക് പൊസിഷൻ വെക്ടർ ആയി. അപ്പൊ എ വെക്ടർ നമുക്ക് എന്ത് എഴുതാം? x1 i പ്ലസ് y1 j പ്ലസ് z1 k എന്ന് എഴുതാം. ഓക്കെ, അതുപോലെ ഒ പി വെക്ടർ ഓർ ആർ വെക്ടറിനെ നമുക്ക് എങ്ങനെ എഴുതാം? xi പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ എന്ന് എഴുതാം. ഇനി നമ്മളുടെ എൻ വെക്ടർ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറാണ് എൻ വെക്ടർ. എൻ വെക്ടറിനെ നമുക്ക് എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോകണം. നമുക്ക് കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഈ ആറിന് പകരം ഞാൻ എന്ത് എഴുതി? എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ എന്ന് എഴുതി. മൈനസ് എ വെക്ടറിന് പകരം ഞാൻ x1 i പ്ലസ് y1 j പ്ലസ് z1 k എന്ന് എഴുതി. ഡോട്ട് എൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ ആണ്, ഈക്വൽ ടു 0 എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യാം അല്ലേ? എന്ത്? ആർ മൈനസ് എ ചെയ്ത് വെക്കാം. അപ്പോൾ ആർ മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എങ്ങനെ രണ്ട് വെക്ടേഴ്സ് നമ്മൾ മൈനസ് ചെയ്യുക? ഐയുടെ കോഎഫിഷ്യന്റ് രണ്ടും കൂടി മൈനസ് ചെയ്യുക, ഐ എഴുതണം, പ്ലസ്
ജെയുടെ കോഫിഷ്യന്റ് രണ്ടും കൂടി മൈനസ് ചെയ്യുക, എന്നിട്ട് ജെ എഴുതണം, പ്ലസ് കെയുടെ കോഫിഷ്യന്റ് രണ്ടും കൂടി മൈനസ് ചെയ്യുക, എന്നിട്ട് കെ എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് എഴുതി നോക്കിയാലോ, എന്താ കിട്ടാം? എക്സ് ഐ ആയതിനെ എടുത്ത് എഴുതി. ഇവിടെ ഐയുടെ കോഫിഷ്യന്റ് എക്സ്, ഇവിടെ ഐയുടെ കോഫിഷ്യന്റ് x1 ആണ്. അപ്പോൾ രണ്ടും കൂടി മൈനസ് ചെയ്യണം അല്ലേ. അപ്പോൾ x മൈനസ് x1 ഇൻറ്റു ഐ ഫ്രണ്ട് ഇവിടെ എഴുതാം അല്ലേ, ഐ. ഓക്കെ, പ്ലസ് അടുത്ത ജെയുടെ രണ്ട് കോഫിഷ്യന്റ്, ഇവിടെ വൈയും ഇവിടെ y1 ആണ്. രണ്ടും കൂടി മൈനസ് ചെയ്യാം, y മൈനസ് y1 ഇൻറ്റു ജെ. ഇനി സെഡിന്റെ കോഫിഷ്യന്റ് ഇവിടെ സെഡും ഇവിടെ z1 ആണ്. കെയുടെ കോഫിഷ്യന്റ് കേട്ടോ, സോറി, കെയുടെ കോഫിഷ്യന്റ് ഇവിടെ സെഡും ഇവിടെ z1 ആണ്. രണ്ടും കൂടി മൈനസ് ചെയ്യുക, z1 മൈനസ് z1 ഇൻറ്റു കെ. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. ഡോട്ട് ഇത് അതേപോലെ തന്നെ എഴുതാം, എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഈ രണ്ട് വാല്യൂസിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. എങ്ങനെ ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം? ഐയുടെ കോഫിഷ്യന്റ് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് ജെയുടെ കോഫിഷ്യന്റ് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് കെയുടെ കോഫിഷ്യന്റ് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഐ ഡോട്ട് ഐയും ജെ ഡോട്ട് ജെയും കെ ഡോട്ട് കെയും ഒക്കെ എന്താ 1 ആണ്. അപ്പോൾ ഐയും ജെയും കെയും ഒന്നും എഴുതണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് മൈനസ് x1 ഇൻറ്റു എ പ്ലസ് y മൈനസ് y1 ഇൻറ്റു ബി പ്ലസ് z മൈനസ് z1 ഇൻറ്റു സി ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ ഇതാണ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. രണ്ടിന്റെയും ഐയുടെ കോഫിഷ്യന്റ് ഒന്ന് എക്സ് മൈനസ് x1 ഇവിടെ എ ആണ്. അപ്പൊ രണ്ടിന്റെ കോഫിഷ്യന്റ് ഐന്റെ കോഫിഷ്യന്റും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എക്സ് മൈനസ് x1 ഇൻറ്റു എ എന്ന് കിട്ടി. പിന്നെ ഐ ഡോട്ട് ഐ 1 ആണല്ലോ, പ്ലസ് എഴുതണം. പിന്നെ ജെയുടെ കോഫിഷ്യന്റ് ഇവിടെ ബിയും ഇവിടെ y മൈനസ് y1 ആണ്. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് y മൈനസ് y1 ഇൻറ്റു ബി പ്ലസ് ജെ ഡോട്ട് ജെ 1 ആണ് കേട്ടോ. ഇനി സെഡിന്റെ കെയുടെ രണ്ട് കോഫിഷ്യന്റ് ഒന്ന് ഇവിടെ സെഡ് മൈനസ് z1 ഇവിടെ സി യു ആണ്. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെഡ് മൈനസ് z1 ഇൻറ്റു സി. കെ ഡോട്ട് കെ എന്ന് പറഞ്ഞാൽ എത്രയാ? 1 തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പോവാണ്. എ ഇൻറ്റു എക്സ് മൈനസ് x1 പ്ലസ് ബി ഇൻറ്റു y മൈനസ് y1 പ്ലസ് സി ഇൻറ്റു സെഡ് മൈനസ് z1 ഈക്വൽ ടു 0. ഇതിനെയാണ് നമ്മൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു എ ഗിവൺ വെക്റ്റർ ആൻഡ് പാസിംഗ് ത്രൂ എ ഗിവൺ പോയിന്റ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത് നമ്മളുടെ കാർട്ടീഷ്യൻ ഇക്വേഷനും ആൻഡ് ഇത് നമ്മളുടെ വെക്റ്റർ ഇക്വേഷനുമാണ്. നമുക്കിനി പ്രോബ്ലം ചെയ്താലോ? And this is our first question. Find the vector and Cartesian equation of the plane which passes through the point 5, 2, minus 4 and perpendicular to the plane with the direction ratios 2, 3, minus 1. So let's start the solution of this question. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ്, വിച്ച് പാസസ് ത്രൂ എ പോയിന്റ്, ഒരു പോയിന്റും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറിന്റെ ഡയറക്ഷൻ റേഷ്യോസും തന്നിട്ടുണ്ട്. ഓക്കെ, വെക്ടറിന്റെ പോയിന്റ് അല്ലെങ്കിൽ ഡയറക്ഷൻ റേഷ്യോ, സാധാരണ നമ്മൾ ഏത് പോയിന്റിന് നമുക്ക് ഡയറക്ഷൻ റേഷ്യോ എന്ന് വിളിക്കാം അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ എന്ന് പറഞ്ഞ കാരണം അത് നമ്മുടെ പെർപെൻഡിക്കുലർ വെക്ടർ ആയിരിക്കും, നോർമൽ വെക്ടർ ആയിരിക്കും. അത് നമുക്ക് 2, 3, -1 എന്ന് പറഞ്ഞ പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് ആദ്യം എഴുതി വെക്കാം. അപ്പൊ ആദ്യം എ വെക്ടർ ഗിവൺ പോയിന്റ്, ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നു, അതല്ല നമ്മുടെ എ വെക്ടർ എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിന്റെ പൊസിഷൻ വെക്ടർ നമ്മൾ എങ്ങനെ എഴുതാം? കമ്പോണന്റ് ഫോമിനെ, സോറി, നമുക്ക് തന്നിട്ടുള്ള ഗിവൺ പോയിന്റിനെ കമ്പോണന്റ് ഫോമിലേക്ക് എഴുതാം. എങ്ങനെ എഴുതും? 5i പ്ലസ് 2j മൈനസ് 4k എന്ന് എഴുതി കഴിഞ്ഞാൽ എ വെക്ടറായി. ഇനി നമുക്ക് എൻ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? നോർമൽ വെക്ടർ ആണ്, അല്ലെങ്കിൽ നമ്മുടെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ ആണ് എൻ വെക്ടർ. അപ്പോൾ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ ഡയറക്ഷൻ റേഷ്യോ എന്ന് നമുക്ക് എന്താ പറയുക, അത് കണ്ടിട്ട് പേടിക്കുന്നു വേണ്ട, അത് എന്തുതന്നെയാണ്? നമ്മളുടെ നോർമൽ വെക്ടർ ആണ്. പെർപെൻഡിക്കുലർ വെക്ടറിന് തന്നെയാണ് നമ്മൾ നോർമൽ വെക്ടർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ടേംസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരരുത് കേട്ടോ. അപ്പോൾ ഈ 2, 3, -1 നമുക്കിനി
അതിനും എന്ത് എഴുതണം? കമ്പോണൻറ്റ് ഫോമിൽ എഴുതാം. 2i പ്ലസ് 3j മൈനസ് 1k. ഇനി ആദ്യം നമുക്ക് എന്താ വേണ്ടത്? വെക്ടർ ഇക്വേഷൻ ആണ് വേണ്ടത്. എന്താ വെക്ടർ ഇക്വേഷൻ? വെക്ടർ ഇക്വേഷൻ r മൈനസ് എ ഡോട്ട് n ഈക്വൽ ടു 0. അപ്പോൾ r മൈനസ് എ എന്ന് പറഞ്ഞ വെക്ടർ 5i പ്ലസ് 2j മൈനസ് 4k നമ്മൾ റീപ്ലേസ് ചെയ്തു. ഡോട്ട് n എന്ന് പറഞ്ഞാൽ അവിടെ 2i പ്ലസ് 3j മൈനസ് 1k ഈക്വൽ ടു 0. ഓക്കെ, ഇത്രയേ ഉള്ളൂ എന്ത്? നമ്മളുടെ വെക്ടർ ഇക്വേഷൻ. അപ്പോൾ വെക്ടർ ഇക്വേഷൻ ഫോർമുല പഠിച്ചു വയ്ക്കുക. എയും എന്നൊക്കെ കറക്റ്റായിട്ട് എടുക്കുക. അത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെക്ടർ ഇക്വേഷൻ ആയി. ഇനി നമുക്ക് കാർട്ടീഷ്യൻ ഇക്വേഷൻ വേണം. കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്തായിരുന്നു? a ഇൻറ്റു എക്സ് മൈനസ് x1 പ്ലസ് ബി ഇൻറ്റു y മൈനസ് y1 പ്ലസ് സി ഇൻറ്റു z മൈനസ് z1 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ഈ x1 y1 z1 എന്നുള്ള പോയിന്റ് ആണ് എന്ത്? x1 y1 z1 എന്നുള്ള പോയിന്റ് ആണ് നമ്മളുടെ a എന്ന് പറഞ്ഞ പോയിന്റ് ആണല്ലോ. അതാണ് ഇവിടെ എത്ര തന്നിട്ടുള്ളത്? 5 2 മൈനസ് 4 എന്ന് തന്നിട്ടുള്ളത്. അതുപോലെ എ ബി സി എന്നുള്ള പോയിന്റ് ആണ് ഇവിടെ നമ്മളുടെ എന്ത്? പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറിന്റെ പോയിന്റ്. അപ്പോൾ അത് നമുക്ക് തന്നിട്ടുണ്ട് 2 3 മൈനസ് 1. അപ്പോൾ ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്. x1 എന്ന് പറഞ്ഞാൽ 5 ആണ്, y1 എന്ന് പറഞ്ഞാൽ 2 ആണ്, z1 എന്ന് പറഞ്ഞാൽ മൈനസ് 4 ആണ്, a എന്ന് പറഞ്ഞാൽ 2 ആണ്, b എന്ന് പറഞ്ഞാൽ 3 ആണ്, c എന്ന് പറഞ്ഞാൽ മൈനസ് 1 ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വാല്യൂ എന്ത് കിട്ടും? a എന്ന് പറഞ്ഞാൽ 2 ആ. 2 ഇൻറ്റു എക്സ് മൈനസ് x1ൻ്റെ വാല്യൂ 5 പ്ലസ് ബിയുടെ വാല്യൂ 3 ആണ്. 3 ഇൻറ്റു y മൈനസ് y1ൻ്റെ വാല്യൂ ഇവിടെ 2 ആ. 2 ഇട്ട് കൊടുക്കുക പ്ലസ് സി എന്ന് പറഞ്ഞാൽ ഇവിടെ മൈനസ് 1 ആണ്. മൈനസ് 1 ഇൻറ്റു z മൈനസ് z1 എന്ന് പറഞ്ഞാൽ ഇവിടെ മൈനസ് 4 ആ. ഓക്കെ, അപ്പോൾ മൈനസ് 4 ഇട്ട് കൊടുക്കാം. മൈനസ് ഓഫ് മൈനസ് 4 ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതണം. അപ്പോൾ അറേഞ്ച് ചെയ്ത് എഴുതാന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ 2x 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x മൈനസ് 2 ഇൻറ്റു 5 10 ആണെന്നറിയാം. പ്ലസ് ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് 3y മൈനസ് 6 എന്ന് കിട്ടും. ഇവിടെയോ മൈനസ് 1 ഇൻറ്റു z മൈനസ് z. ഇവിടെ മൈനസ് ഓഫ് മൈനസ് 4 പ്ലസ് ആവും അല്ലേ. അപ്പം മൈനസ് 1 ഇൻറ്റു പ്ലസ് 4 എന്ന് പറഞ്ഞാൽ മൈനസ് 4 ആ ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ എക്സ് വൈ സെഡിൻ്റെ ടേം ഒരു ഭാഗത്തേക്ക് ആക്കാം. അപ്പോൾ 2x പ്ലസ് 3y മൈനസ് z. ഇനി കോൺസ്റ്റന്റുകളെല്ലാം കൂടി ആഡ് ചെയ്താലോ മൈനസ് 10 മൈനസ് 6 മൈനസ് 4 എന്ന് പറഞ്ഞാൽ മൈനസ് 20 ആ ഈക്വൽ ടു 0. അപ്പോൾ ഒരു ഇക്വേഷൻ ആവണമെങ്കിൽ ഞാൻ എന്ത് ചെയ്തു? 2x പ്ലസ് 3y മൈനസ് z. ഈ മൈനസ് 20നെ ഞാൻ RHSലേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് 20 ആയി. ഇതാണ് നമ്മളുടെ കാർട്ടീഷ്യൻ ഇക്വേഷൻ. ഇത്രേ ഉള്ളൂ. അപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എ എന്നുള്ള പോയിന്റ് എൻ എന്നുള്ള പോയിന്റ് ഒക്കെ കറക്റ്റായിട്ട് എടുത്തിട്ട് വെക്ടർ ഇക്വേഷനിലേക്കും കാർട്ടീഷ്യൻ ഇക്വേഷനിലേക്കും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് ക്വസ്റ്റ്യൻ. This is our second question. Find the vector and Cartesian equation of the plane that passes through the point 1 4 6 and the normal vector to the plane is I minus 2j plus k. So let's start the solution of this question. Given that point A is 1 4 6, so we can convert it into component form. So we get I 1 4 6നെ നമ്മൾ കമ്പോണൻറ്റ് ഫോമിൽ എഴുതുമ്പോൾ I പ്ലസ് 4j പ്ലസ് 6k എന്ന് കിട്ടും അല്ലേ? കിട്ടില്ലേ? ഈ എ എന്നുള്ള പോയിന്റിനെയാണ് നമ്മൾ ജനറൽ ആയിട്ട് എങ്ങനെ എഴുതാറ്? x1 y1 z1 എന്ന് എഴുതാം. അപ്പോൾ x1ൻ്റെ വാല്യൂ 1 കിട്ടും. x2 എന്ന് പറഞ്ഞാൽ 4 ആണ്. സോറി, x2 അല്ല y1.
ആൻഡ് Z1ന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ 6 എന്ന് കിട്ടി. ഇനി ഈ നോർമൽ വെക്റ്റർ ടു ദ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്റ്റർ ആണ് നോർമൽ വെക്റ്റർ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഓൾറെഡി ഗിവൺ ആണ്. അതാണ് നമ്മൾ n വെക്റ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യണത്. സോ n വെക്റ്റർ ഈസ് ഈക്വൽ ടു I മൈനസ് 2j പ്ലസ് k. അപ്പോൾ നമ്മൾ ജനറലായിട്ട് അതിനെ പോയിന്റ് വൈസ് എഴുതുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാം, n ഓഫ് ജനറലായിട്ട് ABC എന്നാണ് എഴുതുക അല്ലേ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എയുടെ വാല്യൂ 1, ബിയുടെ വാല്യൂ -2 ആൻഡ് സിയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ നമുക്കിവിടെ എയുടെ വാല്യൂ 1 എന്ന് എഴുതാം, ബിയുടെ വാല്യൂ -2, സിയുടെ വാല്യൂ 1. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടുന്ന ഡാറ്റകളാണ്. നമുക്ക് ഇനി വേണ്ടത് നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, വെക്റ്റർ ഇക്വേഷനും കാർട്ടീഷ്യൻ ഇക്വേഷനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വെക്റ്റർ ഇക്വേഷൻ, so vector equation of a plane which passes through a point and perpendicular to a given vector. Okay, എന്ന് പറഞ്ഞാൽ എന്താ, r minus a dot n equal to 0. അപ്പോൾ നമുക്ക് വാല്യൂസ് ഒക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. a വെക്റ്റർ എന്ന് പറഞ്ഞാൽ I പ്ലസ് 4j പ്ലസ് 6k ആണ്. ഡോട്ട് n വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ, കമ്പോണന്റ് ഫോമിലാണ് എഴുതേണ്ടത് കേട്ടോ, പ്ലസ് k ഈക്വൽ ടു 0. അപ്പോൾ ഇതെന്തായി, നമ്മുടെ വെക്റ്റർ ഇക്വേഷൻ ആയി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, കാർട്ടീഷ്യൻ ഇക്വേഷൻ കണ്ടുപിടിക്കണം. കാർട്ടീഷ്യൻ ഇക്വേഷൻ, അപ്പോൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്തായിരുന്നു, a ഇൻറ്റു x മൈനസ് x1 പ്ലസ് b ഇൻറ്റു y minus y1 plus c into z minus z1 equal to 0. അപ്പോൾ a b cയുടെ വാല്യൂ ഒക്കെ നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട്. x1 y1 z1ന്റെ വാല്യൂ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എയുടെ വാല്യൂ 1 ആണ്, 1 ഇൻറ്റു എക്സ് മൈനസ് x1ന്റെ വാല്യൂ 1 ആണ്, പ്ലസ് ബിയുടെ വാല്യൂ -2 ആണ് അല്ലേ, -2 ഇൻറ്റു y മൈനസ് y1ന്റെ വാല്യൂ 4 ആണ്, 4 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പ്ലസ് സിയുടെ വാല്യൂ ഇവിടെ 1 ആണ്, z മൈനസ് z1ന്റെ വാല്യൂ ഇവിടെ 6 ആണ്, നമ്മൾ അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഈക്വൽ ടു 0. ഇനി ബ്രാക്കറ്റ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, x മൈനസ് 1 -2y പ്ലസ് 8, ഈ -2 ഇൻറ്റു -4 പ്ലസ് 8 ആവും കേട്ടോ, പ്ലസ് z മൈനസ് 6 ഈക്വൽ ടു 0. അപ്പോൾ എക്സ് -2y പ്ലസ് സെഡ്, അതായത് എക്സും വൈയും സെഡിൻ്റെ വാല്യൂസ് ഒക്കെ നമ്മൾ ഒരു ഭാഗത്ത് എഴുതി. ഇനി കോൺസ്റ്റൻറ്റുകളാണ് നോക്കണ്ടേ. അപ്പോൾ -1 പ്ലസ് 8 -6 ആണ്, -6 -1 -7 പ്ലസ് 8 എന്ന് പറഞ്ഞാൽ +1 ആണ്, ഈക്വൽ ടു 0. സോ ഇതാണ് നമ്മളുടെ കാർട്ടീഷ്യൻ ഇക്വേഷൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്ത് നമ്മൾ മൂന്നാമത്തെ ഇക്വേഷൻ ഓഫ് പ്ലെയിൻ പഠിക്കാൻ പോവാണ്. Equation of a plane passing through 3 non-collinear points. Okay, equation of a plane passing through 3 non-collinear points. അപ്പോൾ ഞാനിവിടെ ഒരു പ്ലെയിൻ വരയ്ക്കുകയാണ്, പ്ലെയിൻ വരച്ചു. അപ്പോൾ 3 നോൺ കൊളീനിയർ പോയിന്റ് ആണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 3 പോയിന്റ് മാർക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ RST എന്ന് പറഞ്ഞിട്ട് 3 പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ RS എന്ന് പറഞ്ഞൊരു വെക്ടറും കിട്ടും, RT എന്ന് പറഞ്ഞൊരു വെക്ടറും കിട്ടും, മൂന്നാമത്തെ വെക്ടർ TS എന്ന് പറഞ്ഞ വെക്ടറും കിട്ടും. പക്ഷെ ഞാനത് ഇവിടെ വരയ്ക്കണില്ല, എല്ലാം കൂടി വരച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ നമുക്ക് ഇത്ര മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ 3 പോയിന്റ്, 3 നോൺ കൊളീനിയർ ആയിട്ടുള്ള പോയിന്റ് ഞാൻ വരച്ചിട്ടുണ്ട്, RST. അതിന് 2 വെക്ടറെ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളൂ, RS എന്ന് പറഞ്ഞൊരു വെക്ടറും RT എന്ന് പറഞ്ഞ വെക്ടറും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കോർഡിനേറ്റ് ഒന്നും വരയ്ക്കുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് അറിയാം, ഇവിടെ ഒരു കോർഡിനേറ്റ് ഉണ്ടാവും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. പിന്നെ പൊസിഷൻ വെക്ടർ ഓഫ് R എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിനിൽ നിന്ന് ആറിലേക്ക് വരയ്ക്കുന്ന ആ വെക്ടറാണ് എന്ത്, പൊസിഷൻ വെക്ടർ ഓഫ് R. പൊസിഷൻ വെക്ടർ ഓഫ് S എന്ന് പറഞ്ഞാൽ OS ആണ് അല്ലെ, ഒറിജിൻ Oയിൽ നിന്ന് Sലേക്ക് വരയ്ക്കുമ്പോൾ കിട്ടുന്ന വെക്ടറാണ് OS. അതുപോലെ തന്നെ പൊസിഷൻ വെക്ടർ ഓഫ് T, OT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനിൽ നിന്ന് Tയിലേക്ക് വരയ്ക്കുന്ന വെക്ടർ. ഓക്കെ, അപ്പോൾ അതൊക്കെ വരച്ചു കഴിഞ്ഞാൽ ഇത് ആകെപ്പാട് കുറേ വരകളാവും.
ഇപ്പം അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇനി പൊസിഷൻ വെക്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വെക്ടർ ഓൾജിബ്രയിലും ഇപ്പോൾ ഇതുവരെയുള്ള 3 ഡയമെൻഷൻ ജോമെട്രിയിലും നിങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ടുള്ളതാണ് ഈ പൊസിഷൻ വെക്ടർ. ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ ഇനി ഞാനൊരു ആർബിട്രറി പോയിന്റും ഞാനിവിടെ കൺസിഡർ ചെയ്യാണ്. പി എന്ന് പറഞ്ഞാൽ ആർബിട്രറി പോയിന്റ് ആണ് കേട്ടോ. പി ഈസ് ദ ആർബിട്രറി പോയിന്റ്. ഓക്കെ, ആറും എസും ടി എന്ന് പറഞ്ഞാൽ നമ്മൾ 3 നോൺ കൊളീനിയർ പോയിന്റ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ഒരു പോയിന്റ് കിട്ടും, ആർ പി എന്ന് പറഞ്ഞൊരു പോയിന്റും കിട്ടും, വെക്ടറും കിട്ടും. ഓക്കെ, അപ്പോൾ 3 വെക്ടർ ഉണ്ട്. ആർ എസ് എന്ന് പറഞ്ഞ വെക്ടർ ഞാൻ പറഞ്ഞു, ആർ ടി എന്നുള്ള വെക്ടറും ആർ പി എന്ന് പറഞ്ഞ വെക്ടറും. ക്ലിയർ ആയല്ലോ? ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. നമ്മൾ 2 വെക്ടർ ക്രോസ് പ്രൊഡക്റ്റ് എന്തായിരുന്നു? എ ക്രോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് എ മോഡ് ബി സൈൻ തീറ്റ എന്നായിരുന്നു അല്ലേ? അപ്പോൾ ഇതിന്റെ മാക്സിമം വാല്യൂ എപ്പോഴാണ് വരാം? സൈൻ തീറ്റയുടെ വാല്യൂ 1 ആവുമ്പോൾ. സൈൻ തീറ്റയുടെ വാല്യൂ 1 ആവുന്നത് എപ്പോഴാണ്? തീറ്റ π/2 ആവുമ്പോൾ, അതായത് പെർപെൻഡിക്കുലർ ആവുമ്പോൾ. ഈ 2 വെക്ടർ പെർപെൻഡിക്കുലർ ആവുമ്പോൾ നമുക്ക് ഈ എ ക്രോസ് ബിയുടെ വാല്യൂ മാക്സിമം ആണ് വരാം. മോഡ് എ മോഡ് ബി സൈൻ തീറ്റയുടെ വാല്യൂ 1 അല്ലേ വരാം? ആണല്ലോ. അപ്പൊ ഞാനിവിടെ ഈ ആർ എസ് എന്നുള്ള വെക്ടറും ആർ ടി എന്നുള്ള വെക്ടറിന്റെയും ക്രോസ് പ്രൊഡക്റ്റ് ചെയ്ത വെക്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഞാൻ അതിന്റെ ഒരു പെർപെൻഡിക്കുലർ ആണ് ഇനി നിങ്ങൾക്ക്, അതാണ് ഞാൻ പറയാൻ പോണേ. അപ്പോൾ ആർ എസും ആർ ടി എന്ന് പറഞ്ഞൊരു പെർപെൻഡിക്കുലർ ഉണ്ട്. അപ്പോൾ അത് ഞാൻ വെക്ടർ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാണ്. അപ്പോൾ ഈ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത എന്താ? അത് ഈ ആർ എസിനും ആർ ടിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള, ഇത് പ്ലെയിനിലാണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു പ്ലെയിനിലുള്ള 4 പോയിന്റ് ആണ് ആറും എസും ടിയും പിയും. ഇതിൽ പി നമ്മൾ ആർബിട്രറി പോയിന്റ് ആയിട്ട് എടുത്തു, ആറും എസും ടിയും 3 നോൺ കൊളീനിയർ പോയിന്റ് ആണ്. അപ്പൊ ഈ ആർ എസിനും ആർ ടിക്കും പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യാൻ പോവാണ്? ആർ എസ് വെക്ടർ ക്രോസ് ആർ ടി വെക്ടർ എന്ന് എടുത്തു. ഓക്കെ, അപ്പൊ അത് പെർപെൻഡിക്കുലർ ആയി. ഈ 2 വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ ആണ് ആർ എസ് ക്രോസ് ആർ ടി. നിങ്ങൾ ഈ കോൺസെപ്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോ ഈ ആർ എസും ആർ ടിയും ക്രോസ് ഈ ഒരു ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി ഇത് പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ഇത് പ്ലെയിനിന് തന്നെ പെർപെൻഡിക്കുലർ ആണ് അല്ലേ? അപ്പോൾ ആർ എസ് ക്രോസ് ആർ ടി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ആണ്. അതുപോലെ തന്നെ ഈ ആർ പി എന്ന് പറഞ്ഞ വെക്ടർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ പ്ലെയിനിൽ വരച്ചിട്ടുള്ള ഒരു വെക്ടർ ആണ് അല്ലേ? അപ്പൊ പ്ലെയിനില് ഇപ്പൊ നമ്മുടെ ഈ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഷീറ്റ് ഓഫ് പേപ്പറിൽ നമ്മൾ ഏത് ലൈനും വരച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഏത് ലൈനിനും അതെന്തായിരിക്കും? ഒരു ലൈൻ പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ ഉണ്ടെങ്കിൽ നമ്മൾ താഴെ ഏത് ലൈൻ വരച്ചാലും അത് ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഞാൻ നേരത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ളതാ. അപ്പൊ അതേപോലെ തന്നെയാണ് ഇവിടെ ഈ ആർ പിയും എന്തുതന്നെയായിരിക്കും? ഈ ആർ എസ് ക്രോസ് ആർ ടിക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ ഞാൻ എഴുതാൻ പോവാണ് ആർ പി പെർപെൻഡിക്കുലർ ടു ആർ എസ് ക്രോസ് ആർ ടി. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഈ ആർ എസിനും ആർ ടിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈനാണ് വെക്ടർ ആണ് ആർ എസ് ക്രോസ് ആർ ടി. അത് നോക്കുമ്പോൾ ഒരു പ്ലെയിനിൽ വരച്ചിട്ടുള്ള ഏത് വെക്ടറും ഏത് ലൈനും നമുക്ക് നമ്മളെ പെർപെൻഡിക്കുലർ ആയിരിക്കും, ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ നമുക്ക് ആർ പി പെർപെൻഡിക്കുലർ ടു ആർ എസ് ക്രോസ് ആർ ടി വെക്ടർ എന്ന് എഴുതാം. എഴുതിക്കൂടെ? ആർ പി വെക്ടർ. അപ്പൊ നമുക്കറിയാം 2 വെക്ടർ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. അപ്പോൾ എനിക്ക് ഇനി ഇവിടെ എന്ത് എഴുതാം? ആർ പി ഡോട്ട് ആർ എസ് ക്രോസ് ആർ ടി ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ 2 വെക്ടർ പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എ ഡോട്ട് ബി ഈക്വൽ ടു 0. ഇവിടെ ഈ 2 വെക്ടറിനും ഡോട്ട് പ്രൊഡക്റ്റ് 0 എന്ന് എഴുതി. ഇനി നമ്മൾ ആർ പിയുടെ വാല്യൂ, ആർ എസ് ആർ ടിയുടെ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കാൻ പോവാം.
അപ്പോൾ ആർ പി പൊസിഷൻ വെക്ടർ നമ്മൾ എഴുതാൻ പോവാണ്. അപ്പോൾ പിയുടെ പൊസിഷൻ വെക്ടർ ഒ പി അല്ലെങ്കിൽ ഒ പി എന്ന് പറഞ്ഞാൽ നമ്മൾ ആർ വെക്ടറിന് എടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 3 ആക്സിസ് ഒന്നും വരച്ചിട്ടില്ല, അത് കൂടി വരച്ചു കഴിഞ്ഞാൽ കുറേ വരകളാവും, നമുക്ക് കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒ പി എന്ന് പറഞ്ഞ പൊസിഷൻ വെക്ടർ ആർ വെക്ടറിന് നമ്മൾ എടുത്തു. അതുപോലെ ഒ ആർ എന്നുള്ള വെക്ടർ ഈ ഫസ്റ്റ് പോയിന്റ് ആറിലേക്കുള്ള എന്നുള്ള പോയിന്റ് ഞാൻ എ വെക്ടറിന് എടുത്തു. ഒ എസ് എന്നുള്ള വെക്ടർ പൊസിഷൻ വെക്ടർ ഞാൻ ബി വെക്ടറിന് എടുത്തു. ആൻഡ് ഒ ടി എന്നുള്ള വെക്ടർ ഞാൻ സി വെക്ടറിന് എടുത്തു കഴിഞ്ഞാൽ ആർ പി വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് ഈക്വൽ ആയിട്ട് വരാം? വെക്ടർ ജോയിനിങ് 2 പോയിന്റ്സ് യൂസിങ് പൊസിഷൻ വെക്ടറിന്റെ കോൺസെപ്റ്റ് യൂസ് ആണെങ്കിൽ ഒ പി മൈനസ് ഒ ആർ ആണ് എന്ത് ആർ പി വെക്ടർ. അപ്പോൾ ഒ പി ആർ എന്നിട്ട് കൊടുക്കാം ആൻഡ് ഒ ആറിന് നമ്മൾ എ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടി? നമ്മുടെ ആർ പി വെക്ടർ എന്ന് പറഞ്ഞാൽ ആർ മൈനസ് എ എന്ന് കിട്ടി. ഇനി ആർ എസ് വെക്ടർ നമുക്ക് കണ്ടുപിടിക്കണം. ആർ എസ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഒ എസ് മൈനസ് ഒ ആർ ആണ്. ഒ എസ് എന്ന് പറഞ്ഞാൽ ബി വെക്ടർ ആണ്, ഒ ആർ എന്ന് പറഞ്ഞാൽ എ വെക്ടർ ആണ്. ഓക്കെ, ഇനി ആർ ടി വെക്ടർ ആണ് എഴുതണ്ടേ. ആർ ടി വെക്ടർ ഈസ് ഈക്വൽ ടു ഒ ടി വെക്ടർ മൈനസ് ഒ ആർ വെക്ടർ. അപ്പോൾ ഒ ടി വെക്ടർ സി വെക്ടർ ആണ്, ഒ ആർ വെക്ടർ എ വെക്ടർ ആണ്. അപ്പോൾ ഇതിന്റെ എല്ലാത്തിനും നമ്മൾ വെക്ടർ ഫോമിലേക്ക് എഴുതി. ഇനി ഇതെല്ലാം കൂടി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എന്താ കിട്ടാൻ നോക്കാലോ. ആർ പി വെക്ടർ എന്ന് പറഞ്ഞാൽ ആർ മൈനസ് എ ഡോട്ട് ആർ എസ് വെക്ടർ എന്ന് പറഞ്ഞാൽ ആർ എസ് ബി മൈനസ് എ വെക്ടർ ക്രോസ് ആർ ടി വെക്ടർ എന്ന് പറഞ്ഞാൽ സി മൈനസ് എ വെക്ടർ ഈക്വൽ ടു 0. ഇതാണ് നമ്മളുടെ വെക്ടർ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പാസിംഗ് ത്രൂ 3 നോൺ കൊളീനിയർ പോയിന്റ്. അപ്പൊ ഇതിൽ എ ബി സി എന്നുള്ള പോയിന്റുകളൊക്കെ ആ 3 നോൺ കൊളീനിയർ പോയിന്റുകളാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇതാണ് നമ്മൾ വെക്ടർ ഇക്വേഷൻ. ഇത് നമുക്ക് ഇതിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ നമുക്ക് ഫോർമുല പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് എക്സ് മൈനസ് x1 y മൈനസ് y1 z മൈനസ് z1 x2 മൈനസ് x1 y2 മൈനസ് y1 z2 മൈനസ് z1 x3 മൈനസ് x1 y3 മൈനസ് y1 z3 മൈനസ് z1 ഈക്വൽ ടു 0 എന്നാണ് നമ്മുടെ കാർട്ടീഷ്യൻ ഇക്വേഷൻ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഡൗട്ട് തോന്നാം, ഇതിലൊരു സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് 3 നോൺ കൊളീനിയർ പോയിന്റിലാണ് എന്ത് നമ്മുടെ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ. ഈ നമുക്ക് ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ കണ്ടുപിടിക്കാൻ പോണത് എന്തിന്റെയാ? ദിസ് പ്ലെയിൻ ഈസ് പാസിംഗ് ത്രൂ 3 നോൺ കൊളീനിയർ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നതാണ് ഇക്വേഷൻ കണ്ടുപിടിക്കണ്ടേ. അപ്പൊ ഇനി കൊളീനിയർ പോയിന്റ് ആയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവും ഡിഫറൻസ്? കൊളീനിയർ ആണെങ്കിൽ നോക്കാം. ഇപ്പോ നമുക്കൊരു പ്ലെയിൻ ഉണ്ട് ഇവിടെ. അപ്പോൾ പ്ലെയിനില് 3 കൊളീനിയർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ലൈനിലാണ് എന്ത് ഈ 3 പോയിന്റ് ഉണ്ടാവുക. ഇവിടെ നമ്മൾ 3 ഡിഫറെന്റ് പോയിന്റ് എടുത്ത നോൺ കൊളീനിയർ, ഇവിടെ 3 പോയിന്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, നമുക്ക് ഈ ഒരു പ്ലെയിൻ മാത്രമല്ല ഈ 3 പോയിന്റിൽ കൂടെ കടന്നു പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പ്ലെയിൻസ് ഇതേപോലെ ഈ ലൈൻസിൽ കൂടെ കടന്നു പോകാം. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോ ഇഫ് ദീസ് 3 points were the same line, then there will be many planes that will contain them. ഓക്കെ, അപ്പോ ഇതെങ്ങനെ കൊളീനിയർ ആണെന്ന് കിട്ടാം? നമുക്ക് നമ്മളുടെ വെക്ടർ ഇക്വേഷൻ ഇതാണല്ലോ വെക്ടർ ഇക്വേഷൻ. വെക്ടർ ഇക്വേഷൻ നമ്മളിവിടെ ആറിനൊക്കെ ആറെന്ന് തന്നെ പറഞ്ഞിട്ട് ഇടാറ് ആണല്ലോ. എയും ബിയും സിയും
റീപ്ലേസ് ചെയ്യും. ഈ ബി മൈനസ് എയും സി മൈനസ് എയും കണ്ടുപിടിച്ച് ജസ്റ്റ് ക്രോസ് പ്രൊഡക്റ്റ് എന്ന് എഴുതുള്ളൂ. പക്ഷെ കാർട്ടീഷ്യൻ ഇക്വേഷൻ ചെയ്താലാണ് ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുക. കാർട്ടീഷ്യൻ ഇക്വേഷൻ നമുക്ക് ഡിറ്റർമിനന്റ് ആണ് അല്ലേ. ഡിറ്റർമിനന്റ് വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഒരു ഇക്വേഷൻ അല്ല, നമുക്ക് ഒരു 0 എന്നുള്ള വാല്യൂ ആണ് കിട്ടുക. നമുക്ക് ഇവിടെയൊക്കെ ഒരു ഇക്വേഷൻ കിട്ടും. എക്സ് പ്ലസ് ഇപ്പൊ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി സെഡ് ഈക്വൽ ടു 0 അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇവിടെയൊക്കെ നോൺ കൊളീനിയർ പോയിന്റ്സ് ആണെങ്കിൽ. പക്ഷേ ഇവിടെ ആണെങ്കിൽ കൊളീനിയർ ആണെങ്കിൽ നമുക്ക് എക്സും വൈയും സെഡിനൊന്നും കോഎഫിഷ്യന്റ് വാല്യൂസ് കിട്ടില്ല, ഒക്കെ 0 ആയിരിക്കും. അതായത് 0x പ്ലസ് 0y പ്ലസ് 0z ഈക്വൽ ടു 0. ഇത് ഇങ്ങനെ എഴുതുന്നതിനേക്കാളും നല്ലത് മൊത്തം എന്താ 0 ആണല്ലേ. ഒരു ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റില്ല. ഇതാണ് കൊളീനിയർ ആയാറുള്ള പ്രശ്നം. അപ്പോൾ നമുക്ക് എപ്പോഴും ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പാസിംഗ് ത്രൂ 3 നോൺ കൊളീനിയർ പോയിന്റ്സ് ആണ് ചോദിക്കാറ്. ഇനി നമ്മൾക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ഒരു 3 പോയിന്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് കാർട്ടീഷ്യൻ ഇക്വേഷൻ കണ്ടുപിടിക്കുമ്പോൾ 0 ഫുൾ എക്സിന്റെ കോഎഫിഷ്യന്റ് വൈന്റെ കോഎഫിഷ്യന്റ് സെഡിന്റെ കോഎഫിഷ്യന്റ് ഒക്കെ 0 ആയി കഴിഞ്ഞാൽ നമുക്ക് അതിന് എന്ത് പറയാം? ആ 3 പോയിന്റും കൊളീനിയർ ആണെന്ന് പറയാം. ഓക്കെ, this is our first question. Find the vector equation of the plane passing through the point r 2 5 minus 3 s minus 2 minus 3 5 and t 5 3 minus 3 and also find Cartesian equation. അപ്പോൾ 3 പോയിന്റ് തന്നിട്ടുള്ള കാരണം ഇതെന്താണ്? ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പാസിംഗ് ത്രൂ 3 നോൺ കൊളീനിയർ പോയിന്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇതിലെ വെക്ടർ ഇക്വേഷനും കാർട്ടീഷ്യൻ ഇക്വേഷനും ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ വെക്ടർ ഇക്വേഷൻ എന്താ? ആർ മൈനസ് എ ഡോട്ട് ബി മൈനസ് എ ക്രോസ് സി മൈനസ് എ ആണ് നമ്മളുടെ ഈക്വൽ ടു 0 ആണ് നമ്മളുടെ വെക്ടർ ഇക്വേഷൻ ആണല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തന്നിട്ടുള്ളതൊക്കെ ഒന്ന് എടുത്ത് എഴുതാം. അപ്പോൾ 3 പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് എഴുതാം? നമ്മളുടെ എ വെക്റ്റർ എന്ന് പറഞ്ഞ ആദ്യത്തെ പോയിന്റിന്റെ കമ്പോണന്റ് ഫോം ആണ് എഴുതേണ്ടത് കേട്ടോ. 2i പ്ലസ് 5j മൈനസ് 3k. ബി വെക്റ്റർ അതിന്റെ നമ്മൾ കമ്പോണന്റ് ഫോം ആണ് എഴുതണേ. മൈനസ് 2i മൈനസ് 3j പ്ലസ് 5k. മൂന്നാമത്തെ സി വെക്റ്റർ ആണ്. അതിൻ്റെയും കമ്പോണന്റ് ഫോം എഴുതുമ്പോൾ 5i പ്ലസ് 3j മൈനസ് 3k എന്ന് കിട്ടും. കിട്ടില്ലേ? ഇപ്പോൾ കമ്പോണന്റ് ഫോം എഴുതി. ഇനി നമുക്ക് ഈ x1 y1 z1 പോയിന്റ് അതേ ഫോമിൽ എഴുതണമെങ്കിലോ? അപ്പോൾ ആദ്യത്തെ ആർ എന്നുള്ള പോയിന്റ് 2 5 മൈനസ് 3 ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് പോയിന്റിനെയാണ് നമ്മൾ സാധാരണ എന്തെടുക്കുക? x1 y1 z1 എന്ന് എടുക്കാറ്. ഓക്കെ, അപ്പോൾ x1ന്റെ വാല്യൂ 2 എന്ന് കിട്ടി, y1ന്റെ വാല്യൂ 5 എന്ന് കിട്ടി, z1ന്റെ വാല്യൂ 3 ആണല്ലോ. ഇനി സെക്കൻഡ് എസ് എന്നുള്ള പോയിന്റ് മൈനസ് 2 മൈനസ് 3 5 എന്നാണ് അവർ തന്നിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് പോയിന്റ് സാധാരണ നമ്മൾ x2 y2 z2 എന്നാണ് മാർക്ക് ചെയ്യാറ്. മൂന്നാമത്തെ പോയിന്റ് 5 3 മൈനസ് 3 ആണ്. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് നമ്മൾ x3 y3 z3. അപ്പോൾ എല്ലാ പോയിന്റുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തന്നതിനെ നമ്മൾ കമ്പോണന്റ് ഫോമിലും പോയിന്റ് ഫോമിലും എഴുതി വെച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് വെക്ടർ ഇക്വേഷൻ എഴുതാം. ആർ മൈനസ് എ വെക്ടർ 2i പ്ലസ് 5j മൈനസ് 3k നമ്മൾ റീപ്ലേസ് ചെയ്തു. ഡോട്ട് ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ മൈനസ് 2i മൈനസ് 3j പ്ലസ് 5k. ഇതാണ് ബി മൈനസ് എ എന്ന് പറഞ്ഞ വെക്ടർ 2i പ്ലസ് 5j മൈനസ് 3k. അപ്പോൾ ഇത് എന്തായിട്ടുള്ളൂ? ബി മൈനസ് എ ആയിട്ടുള്ളൂ കേട്ടോ. ക്രോസ് സി മൈനസ് എ. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ 5i
പ്ലസ് 3j മൈനസ് 3k മൈനസ് c മൈനസ് a എന്ന് പറഞ്ഞ വെക്ടർ നമുക്ക് എടുത്ത് എഴുതാം 2i പ്ലസ് 5j മൈനസ് 3k. ഓക്കെ, അത് ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയ കാരണം കൊണ്ടാണ് ഞാൻ ഒന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നത്. അല്ലെങ്കിൽ ഈക്വൽ ടു 0 എന്നും കൂടി എഴുതണം അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എന്ത് മാത്രം ചെയ്താൽ മതി, b മൈനസ് എ സെപ്പറേറ്റ് കണ്ടുപിടിക്കുക, c മൈനസ് എ സെപ്പറേറ്റ് കണ്ടുപിടിക്കുക, അതിൻ്റെ ഉള്ളിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതണം. r ഡോട്ട് ടു r മൈനസ് 2i പ്ലസ് 5j മൈനസ് 3k ഡോട്ട് ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ മൈനസ് 2i എത്ര കിട്ടും? മൈനസ് 4i എന്ന് കിട്ടും. മൈനസ് 3j മൈനസ് 5j, ഈ മൈനസ് ഇൻഡിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതൊക്കെ മൈനസ് ആവും കേട്ടോ. അപ്പോൾ ആ സ്റ്റെപ്പ് ഒന്നും എഴുതുന്നില്ല. മൈനസ് 5j മൈനസ് 3j മൈനസ് 5j മൈനസ് 8j എന്ന് കിട്ടും. പ്ലസ് 5k മൈനസ് ഓഫ് മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ് ആയില്ലേ. അപ്പോൾ പ്ലസ് 5kയും പ്ലസ് 3kയും കൂടിയിട്ട് പ്ലസ് 8k ആയി. ക്രോസ് ഇനി ഇത് രണ്ടും കൂടി നമ്മൾ മൈനസ് ചെയ്യണം. 5i മൈനസ് 2i എന്ന് പറഞ്ഞാൽ 3i ആണ്. 3j മൈനസ് 5j മൈനസ് 2j ആണ്. മൈനസ് 3k മൈനസ് ഓഫ് മൈനസ് 3k, അപ്പോൾ മൈനസ് 3k പ്ലസ് 3k വരും അല്ലേ. അപ്പോൾ അതെന്താ 0 ആണ് കിട്ടുക. 0 പ്ലസ് 0k ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാൻ പോവാണ്. r മൈനസ് 2i പ്ലസ് 5j മൈനസ് 3k ഡോട്ട് മൈനസ് 4i മൈനസ് 8j പ്ലസ് 8k ക്രോസ് 3i മൈനസ് 2j ഈക്വൽ ടു 0 ആണ് നമ്മുടെ വെക്റ്റർ ഇക്വേഷൻ. ഓക്കെ, വെക്റ്റർ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പാസിംഗ് ത്രൂ 3 നോട്ട് കൊളീനിയർ പോയിന്റ്സ്. ഇനി നമുക്കതിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷനും കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ കണ്ടുപിടിക്കണം. നമുക്കറിയാം കാർട്ടീഷ്യൻ ഇക്വേഷൻ ഇതിൻ്റെ ഫോർമുല എന്താ? കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഡിറ്റർമിനൻ്റ് ഒക്കെയാണ് അല്ലേ. അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ തെറ്റിക്കരുത്. എക്സ് മൈനസ് x1, y മൈനസ് y1, z മൈനസ് z1, x2 മൈനസ് x1, y2 മൈനസ് y1, z2 മൈനസ് z1, x3 മൈനസ് x1, y3 മൈനസ് y1, z3 മൈനസ് z1 ഈക്വൽ ടു 0 ആണ് നമ്മുടെ കാർട്ടീഷ്യൻ ഇക്വേഷൻ. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്? x1ഉം y1ഉം z1ഉം x2 y2 z2 x3 y3 z3 ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ കാർട്ടീഷ്യൻ ഇക്വേഷന്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് മൈനസ് x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ 2നാണ് ഈക്വൽ 2. y മൈനസ് y1 എന്ന് പറഞ്ഞ് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ 5 ആണ്. അടുത്തത് z മൈനസ് z1 ഇവിടെ നോക്കുമ്പോൾ മൈനസ് 3 ആണ് ആണല്ലോ. ഇനി നമുക്ക് x2 മൈനസ് x1 അപ്പോൾ ഇതിങ്ങനെ നോക്കണം എളുപ്പം അല്ലേ. മൈനസ് 2 y2 മൈനസ് y1 മൈനസ് 3 മൈനസ് 5 z2 മൈനസ് z1 5 മൈനസ് ഓഫ് മൈനസ് 3 5 മൈനസ് ഓഫ് മൈനസ് 3. ഇനി അടുത്ത എന്താ? അടുത്ത റോ x3 മൈനസ് x1 ആണ്. അപ്പോൾ x3 എന്ന് പറഞ്ഞത് മൂന്നാമത്തെ പോയിന്റ് ആണ് അല്ലേ. അപ്പോൾ x3 മൈനസ് x1 5 മൈനസ് 2 ആദ്യത്തെ എലമെന്റ് തേർഡ് റോയിലെ, 3 മൈനസ് 5 രണ്ടാമത്തെ എലമെന്റ് മൈനസ് 5 ആണ് അല്ലേ.
3 minus 5 minus 3 minus of minus 3 minus 3 minus of minus 3 ആണ് മൂന്നാമത്തെ എലമെന്റ് തേർഡ് റോ അല്ലേ മൈനസ് ഓഫ് മൈനസ് 3 ഓക്കെ അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിനൊന്ന് സോൾവ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് മൈനസ് 2 എന്ന് കിട്ടി ഇവിടെ വൈ മൈനസ് 5 എന്ന് കിട്ടി സെഡ് മൈനസ് ഓഫ് മൈനസ് 3 സെഡ് പ്ലസ് 3 ആണ് -2 -2 എന്ന് പറഞ്ഞാൽ -4 -3 -5 -8 ആണ് 5 മൈനസ് ഓഫ് മൈനസ് 3 8 5 -2 3 3 minus 5 -2 -3 minus of -3 അപ്പോൾ -3 plus 3 ആവും അല്ലേ അപ്പോൾ 0 അല്ലേ വരാം ഈക്വൽ ടു 0 അപ്പോൾ ഇനി നമ്മൾ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ പോവാണ് ഡിറ്റർമിനന്റിനെ നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് റോയുടെ മുകളിലായത് തന്നെ പോസിറ്റീവ് മൈനസ് പ്ലസ് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എക്സ് മൈനസ് 2 ഇൻറ്റു ഫസ്റ്റ് എലമെന്റ് എഴുതി ആ ഫസ്റ്റ് എലമെന്റ് നിൽക്കുന്ന റോയും കോളും നമ്മൾ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന എലമെന്റ്സിന്റെ ഡിറ്റർമിനന്റ് ദാറ്റ് ഈസ് -8 8 -2 0 അടുത്തത് ഈ മൈനസ് നമ്മൾ എഴുതി അടുത്ത എലമെന്റ് സെക്കൻഡ് എലമെന്റ് y -5 ആണ് അപ്പോൾ y -5 എന്ന് പറഞ്ഞ എലമെന്റ് നിൽക്കുന്ന റോയും കോളും എടുത്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ള എലമെന്റ്സിന്റെ ഡിറ്റർമിനന്റ് ദാറ്റ് ഈസ് -4 8 3 0 ഓക്കെ -4 8 3 0 ഇനി പ്ലസ് സെറ്റ് പ്ലസ് 3 ആണ് എഴുതേണ്ടത് അതായത് ഈ എലമെന്റ് സെറ്റ് പ്ലസ് 3 ഇൻറ്റു ആ ഒരു എലമെന്റ് നിൽക്കുന്ന റോയും കോളും എടുത്ത് കളഞ്ഞാൽ ബാക്കിയുള്ള എലമെന്റിന്റെ ഡിറ്റർമിനന്റ് ദാറ്റ് മീൻസ് -4 -8 3 -2 ഈക്വൽ ടു 0 അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് 2x2 മെട്രിക്സ് എ ബി സി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എ ഡി മൈനസ് ബി സി ആണ് ഇങ്ങോട്ടാണ് ക്രോസ് കേട്ടോ എ ഇൻറ്റു ഡി മൈനസ് ബി ഇൻറ്റു സി ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ ഇവിടെ എന്ത് കിട്ടി എക്സ് -2 ഇൻറ്റു ഇവിടെ നമ്മൾ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുമ്പോൾ -8 ഇൻറ്റു 0 0 -8 ഇൻറ്റു -2 എത്ര കിട്ടും -16 എന്ന് കിട്ടും മൈനസ് y -5 ഇൻറ്റു ഇവിടെ ഡിറ്റർമിനന്റ് കാണുമ്പോൾ 0 -24 എന്ന് കിട്ടും 8 ഇൻറ്റു 3 24 പ്ലസ് സെറ്റ് പ്ലസ് 3 ഇൻറ്റു ഇവിടെ ഡിറ്റർമിനന്റ് കാണുമ്പോൾ -4 ഇൻറ്റു -2 പ്ലസ് 8 ആയി -8 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ -24 ആണ് ഈക്വൽ ടു 0 ഓക്കെ അപ്പോൾ ഇതിനെ ഒന്നും കൂടി ഞാൻ റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പോവാണ് അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും എക്സ് -2 ഇൻറ്റു ഈ മൈനസ് ഓഫ് -16 പ്ലസ് 16 ആയില്ലേ അപ്പോൾ 16 ഇൻറ്റു എക്സ് -2 അടുത്തത് ഈ -24ഉം ഈ മൈനസും കൂടിയിട്ട് പ്ലസ് 24 ആയി ഇൻറ്റു y -5 അടുത്തത് 8 പ്ലസ് മൈനസ് ഓഫ് -24 ദാറ്റ് മീൻസ് 8 പ്ലസ് 24 എത്രയാ 36 ആണല്ലേ സോറി 32 ആണല്ലേ 32 അപ്പോൾ ഇവിടെ എന്ത് കിട്ടി പ്ലസ് സെറ്റ് പ്ലസ് 3 ഇൻറ്റു 32 ഈക്വൽ ടു 0 അപ്പോൾ ഈ മൊത്തം ടേമിൽ ഒരു 8 കോമൺ ആണ് സോ 8 ഞാൻ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ 2 ഇൻറ്റു എക്സ് -2 പ്ലസ് 3 ഇൻറ്റു y -5 പ്ലസ് 4 ഇൻറ്റു സെറ്റ് പ്ലസ് 3 ഈക്വൽ ടു 0 എന്ന് കിട്ടി ഈ 8നെ നമ്മൾ RHSലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ വാല്യൂ എന്തായി 0 ആയി അല്ലേ അപ്പോൾ ഇവിടെ ബാക്കിയുള്ളത് 2 ഇൻറ്റു എക്സ് -2 പ്ലസ് 3 ഇൻറ്റു y -5 പ്ലസ് 4 ഇൻറ്റു സെറ്റ് പ്ലസ് 3 ഈക്വൽ ടു 0 എന്നാണ് ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യത്തേൽ നമുക്ക് 2x -4 എന്ന് കിട്ടി പ്ലസ് രണ്ടാമത്തേൽ 3y -15 എന്ന് കിട്ടും മൂന്നാമത്തേൽ 4z പ്ലസ് 4 ഇൻറ്റു 3 12 ഈക്വൽ ടു 0 അപ്പോൾ എക്സ് വൈ സെഡിൻ്റെ ടേമുകളൊക്കെ ഒരുമിച്ച് എഴുതാൻ പോകും അപ്പോൾ 2x പ്ലസ് 3y പ്ലസ് 4z അടുത്തത് എന്താ -4 -15 -19 -19 പ്ലസ് 12 എന്ന് പറഞ്ഞാൽ -7 ഈക്വൽ ടു 0 സോ ദിസ് ഈസ് അവർ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓക്കെ അപ്പോൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ ആയാലും വെക്ടർ ഇക്വേഷൻ ആയാലും ഫോർമുല പഠിക്കുമ്പോൾ ശ്രദ്ധിച്ച് പഠിക്കണം ഫോർമുലയിൽ അപ്ലൈ ചെയ്യുമ്പോഴും ശ്രദ്ധിച്ച് ചെയ്യണം ഡിറ്റർമിനന്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂ മിസ്സായി കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം വാല്യൂ
തെറ്റും. അപ്പോൾ ഇതാണ് നമ്മളുടെ കാർട്ടീഷ്യൻ ഇക്വേഷൻ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ ദാറ്റ് പാസസ് ത്രൂ 3 പോയിന്റ്സ് 1 1 -1 3 4 6 4 -5 -4 -2 3. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ സൊല്യൂഷൻ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. 3 പോയിന്റ് തന്നിട്ടുണ്ട്. ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫോർമുല യൂസ് ചെയ്യണ്ടേ? നമ്മുടെ വെക്ടർ ഇക്വേഷനും കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പാസിംഗ് ത്രൂ 3 നോൺ കൊളീനിയർ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഞാൻ R എന്ന് എടുത്തു. സോ ഫസ്റ്റ് പോയിന്റ് ബി R1 1 -1. സെക്കൻഡ് പോയിന്റ് S is 6 4 -5 and third point T -4 -2 3. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്കൊന്ന് കാർട്ടീഷ്യൻ നമുക്ക് കമ്പോണന്റ് ഫോമിൽ എഴുതിയാലോ? അപ്പോൾ എന്താ കിട്ടുക? I പ്ലസ് ജെ മൈനസ് കെ ആണ് എന്ത് വെക്ടർ കിട്ടുക? എ വെക്ടർ കിട്ടുക അല്ലേ? ഇതിൽ നിന്ന് എ വെക്ടർ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി ബി വെക്ടർ എങ്ങനെ എഴുതാം? ഈ പോയിന്റിനെ നമുക്ക് കമ്പോണന്റ് ഫോമിൽ എഴുതിയാൽ മതി. അപ്പോൾ 6i പ്ലസ് 4j മൈനസ് 5k ആണ് ബി വെക്ടർ. അപ്പോൾ സി വെക്ടറോ? സി വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ടി എന്ന് പറഞ്ഞ പോയിന്റിനെ കമ്പോണന്റ് ഫോമിലേക്ക് ആക്കാം. -4i -2j പ്ലസ് 3k. ഓക്കെ, ഇനി നമുക്ക് x1 y1 z1 x2 y2 z2 x3 y3 z3 ആ പോയിന്റുകളൊക്കെ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ഇത് നമുക്ക് അറിയാവുന്നതാണ്. ഇവിടെ തന്നെ ഞാൻ എഴുതട്ടെ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ലല്ലോ. ഫസ്റ്റ് പോയിന്റ് R ഓഫ് x1 y1 z1 ആണ് നമുക്ക് തന്നിട്ടുള്ള ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റിനെ നമ്മൾ സാധാരണ എങ്ങനെ എടുക്കുക? x2 y2 z2 എന്ന് പറഞ്ഞിട്ടാണ് എടുക്കുക. തേർഡ് പോയിന്റ് നമ്മൾ x3 y3 z3 എന്ന് പറഞ്ഞിട്ടാണ് എടുക്കുക. ഓക്കെ, അപ്പോൾ വെക്ടർ കമ്പോണന്റ് ഫോമിലും അതായത് കമ്പോണന്റ് ഫോമിലും കിട്ടി, പോയിന്റ് ഫോമിലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിനി വെക്ടർ ഇക്വേഷനും കാർട്ടീഷ്യൻ ഇക്വേഷനും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം വെക്ടർ ഇക്വേഷൻ. അപ്പോൾ എന്തായിരുന്നു വെക്ടർ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പാസിംഗ് ത്രൂ 3 നോൺ കൊളീനിയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ r മൈനസ് എ ഡോട്ട് b മൈനസ് എ ക്രോസ് c മൈനസ് എ ഈക്വൽ ടു 0. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബി മൈനസ് എയും സി മൈനസ് എയും ഒക്കെ ഒന്ന് കണ്ടുപിടിക്കാം. എന്നിട്ട് അതിനുള്ളിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ബി മൈനസ് എ ഇത് ബി ആണ്, ഇത് എ ആണ്. അപ്പം ഞാൻ എടുത്ത് എഴുതുന്നില്ല, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കണ്ടുപിടിക്കാമല്ലോ. ബി മൈനസ് എ, അപ്പോൾ ഐയുടെ കോഎഫിഷ്യൻ്റ് ഇവിടെ 6 ആണ്, ഇവിടെ 1 ആണ് അല്ലേ? അപ്പോൾ 6 മൈനസ് 1 5 ആണ്, 5i പ്ലസ് ജെയുടെ കോഎഫിഷ്യൻ്റ് ഇവിടെ 4ഉം 1 ആണ്, രണ്ടും കൂടി മൈനസ് ചെയ്യുക. 4 മൈനസ് 1 3j പ്ലസ് അടുത്തത് ഇവിടെ കെയുടെ കോഎഫിഷ്യൻ്റ് -5 ഇവിടെ -1 ആണ്, രണ്ടും കൂടി മൈനസ് ചെയ്യാം. -5 മൈനസ് ഓഫ് -1 -5 മൈനസ് ഓഫ് -1 അപ്പോൾ -5 + 1 വരും അല്ലേ? അപ്പോൾ ഇവിടെ എന്താ വരാ? മൈനസ് ഈ മൈനസും പ്ലസും കൂടിയിട്ട് ഇവിടെ മൈനസ് വരും, -4k. അപ്പോൾ ബി മൈനസ് എ കിട്ടി. ഇനി നമുക്ക് സി മൈനസ് എ വേണം. ഇതാണ് സി, ഇതാണ് എ. അപ്പോൾ -4 -1 എന്ത് വരും? ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് -4, ഇവിടെ കോഎഫിഷ്യൻ്റ് 1. അപ്പോൾ രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ -4 -1 -5i. ഓക്കെ, അടുത്തത് -2 -1 -3j. അടുത്തത് 3 മൈനസ് ഓഫ് -1 3 + 1 +4k. അപ്പോൾ ഡൗട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇത് ഓരോന്നും എടുത്ത് എഴുതിയിട്ട് മൈനസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് പഠിക്കാം. ഇപ്പോഴേ നിങ്ങൾ അങ്ങനെ ബൈഹാർട്ട് ചെയ്ത് ഇങ്ങനെ സ്റ്റെപ്പുകൾ കുറച്ച് എഴുതി പഠിച്ചിട്ടുണ്ടായിരിക്കണം അല്ലേ? നമ്മൾ ഈ ഇങ്ങനെ രണ്ട് വെക്ടേഴ്സിൻ്റെ മൈനസ് പ്ലസ് മൾട്ടിപ്ലിക്കേഷനൊക്കെ നമ്മൾ ഇപ്പോൾ ഈ വെക്ടർ ആൾജിബ്രയിലും ഒക്കെ ചെയ്തു വന്നതാണ്.
ഓക്കെ, അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ബി മൈനസ് എയും കിട്ടി, സി മൈനസ് എ ആണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആർ മൈനസ് എ വെക്റ്റർ എന്താ, ഐ പ്ലസ് ജെ മൈനസ് കെ ആണ്. അതിൻ്റെ ഉള്ളിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഐ പ്ലസ് ജെ മൈനസ് കെ ഡോട്ട് ബി മൈനസ് എ 5i പ്ലസ് 3j മൈനസ് 4k ക്രോസ് മൈനസ് 5i മൈനസ് 3j പ്ലസ് 4k ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് നമ്മളുടെ വെക്റ്റർ ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് കാർട്ടീഷ്യൻ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്തായിരുന്നു? കാർട്ടീഷ്യൻ ഇക്വേഷൻ ഡിറ്റർമിനന്റ് ഓഫ് എക്സ് മൈനസ് എക്സ് വൺ, വൈ മൈനസ് വൈ വൺ, സെഡ് മൈനസ് സെഡ് വൺ, എക്സ് ടു മൈനസ് എക്സ് വൺ, വൈ ടു മൈനസ് വൈ വൺ, സെഡ് ടു മൈനസ് സെഡ് വൺ, എക്സ് ത്രീ മൈനസ് എക്സ് വൺ, വൈ ത്രീ മൈനസ് വൈ വൺ, സെഡ് ത്രീ മൈനസ് സെഡ് വൺ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമ്മളിനി എക്സ് വൺ വൈ വൺ, x1 y1 z1, x2 y2 z2, x3 y3 z3യുടെ വാല്യൂസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ പോവാം. നമുക്കിവിടെ അറിയാം ആ വാല്യൂസ് എന്താണെന്ന്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടാൻ നോക്കാമല്ലോ. എക്സ് മൈനസ് എക്സ് വണ്ണിൻ്റെ വാല്യൂ ഇവിടെ 1 ആണ്, 1. വൈ മൈനസ് വൈ വണ്ണിൻ്റെ വാല്യൂ 1 തന്നെയാണ്. സെഡ് മൈനസ് സെഡ് വണ്ണിൻ്റെ വാല്യൂ -1 ആണ്. ഓക്കെ, അടുത്ത എക്സ് ടു മൈനസ് എക്സ് വൺ, എക്സ് ടു മൈനസ് എക്സ് വൺ, എക്സ് ടു മൈനസ് എക്സ് വൺ 6 മൈനസ് 1 5. വൈ ടു മൈനസ് വൈ വൺ ആണ് അടുത്തത്, 4 മൈനസ് 1 3. സെഡ് ടു മൈനസ് സെഡ് വൺ മൈനസ് വൈ മൈനസ് ഓഫ് -1. ഇവിടെ എഴുതാം -5 മൈനസ് ഓഫ് -1 മൈനസ് വൈ പ്ലസ് 1 എത്ര കിട്ടും? -4. അടുത്ത് എക്സ് ത്രീ മൈനസ് എക്സ് വൺ, ഇതാണ് എക്സ് ത്രീ അല്ലേ. -4 -1 -5 ഇവിടെ എഴുതണം. വൈ ത്രീ മൈനസ് വൈ വൺ -2 -1 -3 ഇവിടെ എഴുതണം. സെഡ് ത്രീ മൈനസ് സെഡ് വൺ 3 മൈനസ് ഓഫ് -1 3 + 1 4 ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടില്ല. സെഡ് മൈനസ് ഓഫ് -1 ആണ് ഞാനിവിടെ സെഡ് പ്ലസ് 1 എന്ന് പറഞ്ഞിട്ട് റീപ്ലേസ് ചെയ്ത് എഴുതിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം. പ്ലസ് മൈനസ് പ്ലസ് എന്ന് എഴുതി. അപ്പോൾ എക്സ് മൈനസ് 1 ഇൻറ്റു റോ, ഈ എക്സ് മൈനസ് 1 ഉള്ള റോയും കോളും എടുത്ത് കളഞ്ഞിട്ട് കിട്ടുന്ന എലമെന്റ്സിന്റെ ഡിറ്റർമിനന്റ്. അപ്പോൾ 3 - 4 -3 4 എന്ന് കിട്ടും. മൈനസ് വൈ -1 ഇൻറ്റു വൈ -1 എന്ന് പറഞ്ഞ എലമെന്റ് ഇരിക്കുന്ന റോയും കോളും എടുത്ത് കളഞ്ഞാൽ കിട്ടുന്ന എലമെന്റിന്റെ ഡിറ്റർമിനന്റ്. അപ്പോൾ 5 - 4 -5 4 പ്ലസ് സെഡ് പ്ലസ് 1 ഇൻറ്റു സെഡ് പ്ലസ് 1 ഇരിക്കുന്ന റോയും കോളും എടുത്ത് കളഞ്ഞാൽ ബാക്കിയുള്ള എലമെന്റ് 5 3 -5 -3 ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമുക്കിനി ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം. എക്സ് -1 ഇൻറ്റു 3 × 4 12 -4 ഇൻറ്റു -3 12 ആണ്. മൈനസ് വൈ -1 ഇൻറ്റു 5 × 4 20 മൈനസ് -5 × -4 20 പ്ലസ് സെഡ് പ്ലസ് 1 ഇൻറ്റു 5 × -3 എന്ന് പറഞ്ഞാൽ -15 ആണ്. മൈനസ് 3 × -5 അഗെയിൻ -15 ഈക്വൽ ടു 0. അപ്പോൾ ഈ വാല്യൂ 12 - 12 ഈക്വൽ ടു 0 ആണ്. 20 - 20 ഈക്വൽ ടു 0 ആണ്. -15 മൈനസ് ഓഫ് -15 എന്ന് പറഞ്ഞാൽ -15 + 15 ഇതും 0. അപ്പോൾ ഈ മൊത്തം വാല്യൂ എന്താ കിട്ടിയത് നമുക്ക്? 0. അപ്പോൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 0 ആണ് ഇവിടെ. അപ്പോൾ നമ്മളുടെ കാർട്ടീഷ്യൻ ഇക്വേഷൻ 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ആ 3 പോയിന്റും കൊളീനിയർ ആണെന്ന് മനസ്സിലായി അല്ലേ.
നമുക്ക് ക്രോസ് പ്രൊഡക്റ്റ് അതായത് നമ്മുടെ ഡിറ്റർമിനന്റിന്റെ വാല്യൂ 0 കിട്ടിക്കഴിഞ്ഞാൽ 3 പോയിന്റും എന്താണ് കൊളീനിയർ ആണ്. അപ്പൊ ആ 3 പോയിന്റിന്റെ ഉള്ളിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പ്ലെയിൻസ് ഉണ്ടാവും. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്.